بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيع محمد صلى الله وسلم وبارك عليه وعلى آله وصحابه وعلينا وعلى مشايخنا وأساتذتنا ومصنفي كتبنا وذوينا وأحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. ഇനി وإنما يشرعان للمكتوبة. വാങ്കു ഇക്കാമത്തും മശ്റൂആണ്, നിയമമാക്കപ്പെട്ടിട്ടുണ്ട് ലിൽ മക്തൂബത്തി ഫർള് നിസ്കാരത്തിന്. അപ്പോൾ മക്തൂബത്ത് എന്ന് പറഞ്ഞാൽ മഫ്റൂദത്ത് 5 ഫർള് നിസ്കാരങ്ങൾക്കാണല്ലോ പറയാം. അതിനാണ് വാങ്കു ഇക്കാമത്തുള്ളത്. ദൂനൽ മൻസൂറത്തി നേർച്ചയാക്കപ്പെട്ട നിസ്കാരത്തിനില്ല. സലാത്തിൽ ജനാസത്തി ജനാസ നിസ്കാരത്തിനില്ല. വൻ നഫിലി മറ്റ് സുന്നത്ത് നിസ്കാരങ്ങൾക്കില്ല. വൈൻ ശുരിഅത്ത് ലഹുൽ ജമാഅത്തു, ആ സുന്നത്ത് നിസ്കാരത്തിന് ജമാഅത്ത് മശ്റൂ ആണെങ്കിലും ശരി. അപ്പോൾ ജമാഅത്ത് മശ്റൂ ആയത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തറാവീഹ്, റമദാനിലെ വിത്തർ, ഇതിനൊക്കെ ജമാഅത്ത് മശ്റൂ ആണല്ലോ, നഫിലുമാണ്. അതിനും ബാങ്കുക്കാമത്തും സുന്നത്തില്ല. ഫലാ യുന്തബാനി, അപ്പോൾ ബാങ്കുക്കാമത്തും സുന്നത്തില്ല ഈ പറഞ്ഞതിനൊന്നും. പിന്നെ ബൽ യുക്രഹാനി, സുന്നത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഹുക്കം എന്താന്ന് കിട്ടിയില്ലല്ലോ. അത് രണ്ടും കറാഹത്താണ്. കാരണം എന്താ, ലി ആദമി ഉറൂദിഹിമ, അത് രണ്ടും വാരിദായിട്ടില്ല, അതുകൊണ്ട് കറാഹത്താണ്. വാരിദായിട്ടില്ലെങ്കിൽ കറാഹത്താവുമോ? വാരിദായിട്ടില്ല എന്നുണ്ടെങ്കിൽ കറാഹത്തായാലെങ്ങനെ? നെഹിയും ഗൈറു ജാസിമുണ്ടെങ്കിലല്ലേ കറാഹത്താകുക. ആ നെഹിയൻ ഗൈറു ജാസിമു എന്ന് പറഞ്ഞത് എന്താണ്? ഒരു നെഹിയ മഖ്സൂസാകണം എന്ന് പറഞ്ഞല്ലോ, ഖിലാഫുൽ ഔലയുമായിട്ട് വേർതിരിയാൻ വേണ്ടി. ജമൽ ജവാമിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു നെഹിയും മഖ്സൂസാകണം. ആ നെഹിയ മഖ്സൂസാകുന്നത് മറ്റൊന്ന് നെസ്സിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തതാണ്. മുസ്തംബത്തായ നെഹി ആയാലും മതി, പക്ഷേ നെഹി മഖ്സൂസ് വേണം. അപ്പോൾ ഇവിടെ അലി ആദിമി ഉറൂദിഹിമ എന്ന് പറഞ്ഞാൽ നെഹി എങ്ങനെ ഉണ്ടാകുക? അപ്പം എനിക്ക് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുക്തലി ഉള്ളതോടുകൂടെ വാരിദാകാതിരിക്കുക എന്നാ. അപ്പം എന്താവും? ആ ഉറൂദില്ല എന്നുള്ളത് തെളിവാകും. തെർക്ക് തെളിവാകണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കി എന്നത് എന്തിനെങ്കിലും തെളിവാകണമെങ്കിൽ, അതിന് ഹിക്ക് തെളിവാകണമെങ്കിൽ, അക്കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് തെളിവാകണമെങ്കിൽ അവിടെ ഒരു മുക്തലി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ മുക്തലി ഉണ്ടല്ലോ അല്ലേ? അതിനെല്ലാം ഇലാമ ചെയ്യണ്ടേ? ഈ പറഞ്ഞ മക്തൂബത്തിന് ഇലാമ ചെയ്യും പോലെ തന്നെ എന്താണ് ഇലാമ ചെയ്യണം. അത് ശേഷം വരുന്നുണ്ട്, അസ്സലാത്തു ജാമിയ പറയണമെന്ന് ശേഷം പറയുന്നുണ്ട്. അപ്പോൾ അത് ഇലാമിന് വേണ്ടിയാണ്. അത് വക്ത് കടക്കുമ്പോൾ എന്താണ്, ബാങ്കിന് പകരമായിട്ടും പറയണം, ഇഖാമത്തിൻ്റെ സമയത്ത് ഇഖാമത്തിന് പകരമായിട്ടും അസ്സലാത്തു ജാമിയ 2 വട്ടം പറയണമെന്ന് പിന്നെ ഷെർവാനെയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ മുക്തളി ഉണ്ട്, എന്നിട്ട് ചെയ്തില്ല എന്ന് നോക്കണം. അപ്പോൾ ഉസൂല് പറഞ്ഞതിനോട് യോജിക്കും. യുസന്നുല്ലദാനുലി ഗൈരിസ്സലാത്തി, അതായത് അത് തെർക്ക് തെളിവല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യമൊക്കെ വിദഗ്ധാണെന്ന് പറഞ്ഞിട്ട് ചിലർ നടക്കണ്ടല്ലോ. അത് തീരെ ഉസൂൽ അറിയാത്തോണ്ടാ. പിന്നെ ഈ ഖദിയുസന്നുല്ലദാനുലി ഗൈരിസ്സലാത്തി, അപ്പം മക്തൂബത്തിനാണ് മശ്റൂആണെന്ന് പറഞ്ഞല്ലേ. മക്തൂബത്തിന് അത് രണ്ടും മശ്റൂആണ്, അതിന് മാത്രമേ ഉള്ളൂ എന്ന് ഇന്നമ കൊണ്ടല്ലേ പറഞ്ഞത്. അപ്പം അവിടെ ഒരു ഇസ്തിദ്റാക്കാതെ അത് അസാലത്തൻ മശ്റൂ അതാണ്. അതാ ഖദിയുസന്നുല്ലദാനുലി ഗൈരിസ്സലാത്തി. ചിലപ്പോൾ നിസ്കാരം അല്ലാത്തതിനെന്താവും, നിസ്കാരം തന്നെ അല്ലാത്തതിന് മശ്റൂ ആകും, സുന്നത്താകും. ഗൈരിസ്സലാത്തിന്നാ. അപ്പം അത് നേരത്തെ പറഞ്ഞ നിസ്കാരം അല്ലാത്തതിനെന്ന് വെച്ചാൽ മറ്റ് നിസ്കാരങ്ങൾക്ക് എന്നാ വരിക. അപ്പം നേരത്തെ പറഞ്ഞ മക്തൂബത്തല്ലാത്തതിന് വെക്കണ്ട, നിസ്കാരം തന്നെ അല്ലാത്തതിന്.
ഏതുപോലെ കമാഫി അദാനിൽ മൗലൂദ് എന്താണ് നവജാത ശിശു, അതിന്റെ ചെവിയിൽ കൊടുക്കണമല്ലോ, കാമത്തും കൊടുക്കണം അവിടെ. വൽ മഹ്മൂമി, ഹമ്മ് ബാധിച്ചവൻ. മഹ്മൂം എന്ന് പറഞ്ഞാൽ ടെൻഷൻ ബാധിച്ചിങ്ങനെ ഇരിക്കുക, ഒരു ഉന്മേഷമൊന്നുമില്ലാതെ എന്തൊക്കെയോ ചിന്തയും മറ്റേത് മറിച്ചതൊക്കെ ആയിട്ടിരിക്കുക. ചെവിയിൽ വാണ്ടം കണ്ടു കൊടുത്താൽ എന്താണ്, അവന്റെ ഹമ്മല്ലാണ്ട് പോകും. അതിന് കാരണം എന്താണ്, ഈ ഹമ്മിന് ഒരു പിശാചിന്റെ സ്വാധീനം ഉണ്ടാവും, അപ്പൊ അതാണ്ട് പോവും. വൽ മസ്റൂഇ, എന്താണ് മസ്റൂഇ എന്ന് പറഞ്ഞാല് ജിന്നുബാധയേറ്റവൻ എന്ന. സൂര്യ എന്ന് പറഞ്ഞാല് എന്താണ്, മസ്റൂ ആകുക എന്ന് പറഞ്ഞാൽ ജിന്നുബാധ ഏറ്റുന്ന. അവിടെ ഈ മസ്റൂഇന് ചില നുസ്ഖന്റെ ഹാമിഷില് അയിൽ മജ്നൂനി എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് മറ്റു ഷറഹുകളിലൊന്നും കാണുന്നല്ല. അപ്പൊ ജിന്നുബാധ ഏറ്റേനെ, ജിന്നും ശൈത്താനും പോവുമല്ലോ കൊടുത്താലേ. വൽ ഖൽബാനി, ദേഷ്യം പിടിച്ചവനും. അവിടെ ഒരു പൈശാചിക സ്വാധീനം ഉണ്ടാവും. ഖലബ് എന്ന് പറഞ്ഞ കൂവത്തിനെ തഹരീക്ക് ചെയ്യുന്നതിൽ, അതിനെ ഇളക്കി വിടുന്നതിൽ. അപ്പം എന്താവും, ബാങ്ക് കൊടുത്താല് അപ്പോ ഇതാണ്ട് പോവും. അപ്പൊ ഇവന്റെ ദേഷ്യമൊക്കെ അടങ്ങും. ഒമൻ സാ ഹുലുഖുഹു, എന്നപോലെ ദുസ്വഭാവമുള്ളവന്റെ എന്താണ് ചെവിയില്, അവരുടെയൊക്കെ ചെവിയിലാണ് പിടിച്ചു കൊടുക്കേണ്ടി വരും എന്നർത്ഥം. അപ്പൊ മൻസാ ഹുലുഖുഹു എന്ന് പറഞ്ഞതിനൊരു വിശദീകരണം, മിൻ ഇൻസാനിൻ, മനുഷ്യനാല് ഔ ബഹീമത്തിന്, അല്ലെ മൃഗത്തിനാല്. അപ്പൊ ഇങ്ങനെ ദുസ്വഭാവമുള്ളവർക്ക് എന്താണ്, പതിവായിട്ട് അവരുടെ ചെവിയിൽ കുറെ വാങ്കങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം കണ്ട് മാറും. കുട്ടികൾക്കൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ അങ്ങനെ, എപ്പോഴും ദേഷ്യപ്പെടുക. ചിലപ്പോ ഭാര്യമാർക്കൊക്കെ ഉണ്ടാവും, ചെവിയിൽ വാങ്കണ്ട് കൊടുത്താൽ മതി. വൈന്ദ, അപ്പൊ സുന്നത്തുണ്ട്, വൈന്ദ മുസ്ദഹമിൽ ജയ്ഷി എന്നപോലെ സൈന്യം ഏറ്റുമുട്ടുന്ന സമയത്ത്, വൈന്ദൽ ഹരീക്ക്, അവിടെ എന്ത് ചെയ്യും, ശത്രുപക്ഷത്തുനിന്ന് എന്താണ് ശൈത്താന്റെ സ്വാധീനം ഉണ്ടാവും. അപ്പൊ അതാണ്ട് പോയാൽ മറ്റൊരാണ്ട് പരാജയപ്പെട്ടോളൂ, അതിനുവേണ്ടിയാണത്. വൈന്ദൽ ഹരീക്ക് എന്ന പോലെ തീപിടുത്തുണ്ടാവുമ്പോ അപ്പോ ഈ തീയണ്ട് അടങ്ങും, ആളിക്കത്തൂല. അങ്ങനെയാണ് അവിടെയൊക്കെ ഈ പൈശാചിക സ്വാധീനമുള്ളത് മാറും. അപ്പൊ അതാണ് അവിടെയൊക്കെ സുന്നത്തുള്ളത്. കയ്യില വൈന്ദ ഇൻസാലിൽ മയ്യത്തില് ഖബരിഹി എന്ന പോലെ മയ്യത്ത് ഖബറിൽ ഇറക്കുമ്പോഴും വാങ്ക് സുന്നത്തുണ്ട് എന്ന അഭിപ്രായമുണ്ട്. ചില നാട്ടിലൊക്കെ അത് പതിവുണ്ട്. ഖിയാസൻ അല അവ്വലി ഖുറൂജിഹിൽ ഇദ്ദുന്യാ, അതെന്താണ്, ആ വലത് മയ്യത്ത് ഖാരിജാകുക, അവന്റെ അവ്വലു ഖുറൂജ്, ആദ്യത്തെ ഖുറൂജ്. എങ്ങോട്ടുള്ള ഖുറൂജിൽ, ഇദ്ദുന്യ, ദുന്യാവിലേക്കുള്ള ഖുറൂജിന്റെ മേൽ ഖിയാസായിട്ട്. അതായത് മൗലൂദിന്റെ ചെവിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ, അതാണ് അവ്വലു ഖുറൂജ് എന്ന് പറഞ്ഞത്. ഈ മയ്യത്ത് ദുന്യാവിലേക്ക് വരുമ്പോ അപ്പ ഹയ്യായിട്ടാണ് വരുന്നത്, അപ്പോ കൊടുക്കുമല്ലോ. അപ്പൊ എന്ന പോലെ ഇവന്റെ ദുന്യാവിൽ നിന്നുള്ള മടക്കം, അതാണ് ഖബറിൽ വെക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ആഖിറത്തിലേക്കുള്ള ഖുറൂജാണ്. ആ ദുന്യാവിൽ നിന്ന് ആഖിറത്തിലേക്കുള്ള അവ്വലു ഖുറൂജാണല്ലോ ഖബറിൽ വെക്കല്. അപ്പോ അത് അങ്ങനെ ഖിയാസാക്കിയിട്ട് ഇതിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലാക്കിൻ റദത്തുഹു ഫി ശറഹിൽ ഉബാബി എന്നാണ്. അപ്പോ ഏതെങ്കിലും നാട്ടിലാരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യുന്നെങ്കിൽ ആ കൈലന്റെ മേലെ അങ്ങനെ പോവത്. നമ്മളെ പതിവ് റാജി അനുസരിച്ച് സുന്നത്തില്ലാന്നേ ഉള്ളൂ. വഴിന്ത തകവൂലിൽ ഗൈലാനി, ഗയലാന് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഗൂല് എന്നതിന്റെ ജമ്മാണ്. ഗൂലിന്റെ ജമ്മാണ് എന്താണ് ഗയലാന് എന്ന് പറഞ്ഞത്. അല്ല ഗീലാന് എന്നുള്ളത്, ഗയലാനല്ല. തകവൂലിൽ ഗീലാനി, ഗൂലിന്റെ ജമ്മ് ഗീലാന് എന്നാ. ഗീലാന് എന്ന് പറഞ്ഞാൽ എന്താ, പൊട്ടിഷെയ്ത്താനെന്നോ കുട്ടിഷെയ്ത്താനെന്നോ ചേക്കുട്ടിന്നോ അങ്ങനെയൊക്കെ മലയാളത്തിൽ പറയുന്ന സാധനമാണ്. അത് ജിന്ന് ഷെയ്ത്താനിൽ നിന്നുള്ളൊരു ജിൻസാണ് എന്ന് ഇബ്നുൽ അസീർ നിഹായയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഗരീബുൽ എന്താണ് ഹദീസിൽ വന്ന ഗരീബായ പദങ്ങളുടെ അർത്ഥം വിശദീകരിക്കുന്നതാണല്ലോ. അപ്പൊ ലാ ഗൂല വല സഫറ എന്ന് വേറെ ഹദീസിലുണ്ട്. അവിടെയാണ് ഗൂലു എന്നുള്ള ഗീലാനിന്റെ മുഫ്രദാണ് എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു. അപ്പൊ അവര് എന്താണ് ഈ ഗീലാന് തകവൂലാകുക, ഇളകി മറിയുക എന്നർത്ഥം. അതാ തമറുദിൽ ജിന്നി എന്ന് പറഞ്ഞ ആ തമറുദിൽ ജിന്നി, മോട്ട് കാട്ടുക, ദുസ്വഭാവം കാട്ടുക, ചാടിക്കളിക്കുക എന്നൊക്കെയാണ് അതിന് പറയാ. അപ്പൊ ജിന്ന് ചാടിക്കളിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഈ അറബികൾക്കൊരു വാദം ഉണ്ടായിരുന്നു. ഈ തരിശു ഭൂമിയിലൂടെ ഒക്കെ ഇങ്ങനെ ഒറ്റക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാല് ജിന്നണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ട്
വ്യത്യസ്ത തകവ്വുല് എന്താണ്, വ്യത്യസ്ത രൂപങ്ങളിൽ രൂപം പ്രാപിക്കുന്ന ആ തകവ്വലന്റെ അർത്ഥം. തകവ്വലു തകവ്വുലൻ എന്ന് പറഞ്ഞാൽ ഇളകി മറിയാന്ന് പറഞ്ഞ എന്റെ ഉദ്ദേശം അതാ. വാക്കർത്ഥം അങ്ങനെയാണെങ്കിലും തലവ്വനു തലവ്വുനം ഫി സുവരിൻ ഷത്ത എന്ന വ്യത്യസ്ത രൂപത്തിൽ കണ്ടുവരും. ചില ആൾക്കാരൊക്കെ രൂപത്തിൽ വന്നിട്ട് ഇവനെന്താണ് കൂട്ടിയം കൊണ്ടുപോയിട്ട് വഴി പഴപ്പിച്ചളയും. ഇങ്ങനെ അറബികൾക്കൊരു വാദം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്താണ് ആർക്കെങ്കിലും അനുഭവപ്പെടുകയാണ്, അങ്ങനെ അനുഭവപ്പെടാനൊക്കെ ചെയ്യാലോ. അങ്ങനെ അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ വാങ്ങിക്കൊടുക്കുക, ഈ ശൈത്താനോട് പോയിക്കോളും. അതാ ഐ തമറുദിൽ ജിന്നീൻ ലി ഖബറിൻ സഹീഹിൻ ഫീഹി, അതിൽ സഹീഹായ ഹദീസ് വന്നിട്ടുണ്ട്. പിന്നെ എന്ന പോലെ വഹുവ വൽ ഇഖാമത്തു ഖൽഫൽ മുസാഫിരി, ഈ ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ട് ഖൽഫൽ മുസാഫിരി, മുസാഫിറിന്റെ പിന്നില്. അപ്പൊ ഖദിയുസന്നുൽ അദാനു എന്ന് പറഞ്ഞ ആദാന്റെ മേലെത്തുക. വഹുവ വൽ ഇഖാമത്തു, മുസാഫിറിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ മുസാഫിറിന്റെ വണ്ടി കണ്ട് വിടുമ്പോൾ എന്താക്കണം, ബാങ്കും ഇഖാമത്തും കൊടുക്കണം. അവൻ പോകുന്ന ഭാഗത്തേക്ക് നോക്കി നിന്നുകൊണ്ട് അതവന്റെ സുരക്ഷയ്ക്ക് കാവലിനൊക്കെ നല്ലതാ. അപ്പൊ അത് സുന്നത്തുണ്ട്, ഇഖാമത്തും ഉണ്ട്. നേരത്തെ പറഞ്ഞതിൽ ഇഖാമത്ത് പിന്നെ സുന്നത്തുള്ളത് എന്ന് പറഞ്ഞാല് ആർക്കേ ഉള്ളൂ, ഈ പറഞ്ഞ മൗലൂദിന്റെ ചെവിയിലേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തൊന്നും ഇഖാമത്ത് സുന്നത്തില്ല, ഇഖാമത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ വയുഖാലുഫിൽ ഈദി വനഹ്വിഹി, ഉണ്ടോ, പെരുന്നാളും അത് പോലത്തതിലും. അത് പോലത്തത് എന്ന് പറഞ്ഞാൽ എന്താ, മിൻ കുല്ലി നഫിലിൻ ശുരിയത്ത് ഫീഹിൽ ജമാഅത്തു, എല്ലാ സുന്നത്തുസ്കാരവും അതില് മഷ്റൂ ആയിട്ടുണ്ട്. ഫീഹി അൽ ജമാഅത്തു, ജമാഅത്ത് മഷ്റൂ ആയ എല്ലാ സുന്നത്തുസ്കാരവും. പെരുന്നാൾ നിസ്കാരം പോലത്തെ അതാണല്ലോ. എന്നിട്ട് ജമാഅത്ത് മഷ്റൂ ആണെന്ന് മാത്രമല്ല, വസുല്ലിയ ജമാഅത്തൻ, അത് നിസ്കരിക്കപ്പെടുന്നുണ്ട്, ജമാഅത്തായി നിസ്കരിക്കപ്പെടുന്നുണ്ട്. അപ്പോ പെരുന്നാൾ നിസ്കാരത്തിന് ജമാഅത്ത് സുന്നത്തുണ്ട്, പക്ഷെ ഒരുത്തൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുക. എന്നാല് വിശേഷം പറയുന്ന സലാത്തു ജാമിയ പറയണ്ട, ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ നിർവഹിക്കുകയാണെങ്കിലേ പറയണ്ടല്ലോ. അപ്പൊ അവിടെ രണ്ട് കാര്യമുണ്ട് ഇത് സുന്നത്താകാൻ. ഒന്ന് ജമാഅത്ത് മഷ്റൂ ആകണം, പിന്നെ ജമാഅത്തായി നിസ്കരിക്കുകയും വേണം. ഏതുപോലെയൊക്കെ കുസൂഫിൻ പിന്നെ ഗ്രഹണ നിസ്കാരം, വസ്തിസ്ഖായിൻ മഴയത്തേടുന്ന നിസ്കാരം, തറാവീഹ തറാവീഹ് നിസ്കാരം. അപ്പൊ തറാവീഹ് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഇത് പറയണ്ട. പിന്നെ ലാ ജനാസത്തിൻ, ജനാസസ്കാരല്ല, ജനാസസ്കാരത്തിന് അപ്പൊ വാങ്ങൂല്ല, വാങ്ങൂ കാമത്തുമില്ല, എന്നപോലെ അസ്സലാത്തു ജാമിയ ഇല്ല. ലിഅന്നൽ മുശയ്യിഈന, കാരണം എന്താ അതിനില്ലാത്തത്, ഈ ജനാസ സംസ്കരിക്കുന്നവർ. തശയ്യിഅ് എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക എന്നാണ്. അത് കുളിപ്പിക്കുക, അതിന് പിന്നെ കഫൻ ചെയ്യുക, നിസ്കരിക്കുക, ഇതാണ്. പിന്നെ ദഫൻ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് തശയ്യിഅ് എന്ന് പറയാം. ഹാലിറൂന ഗാലിബൻ, ഗാലിബിൽ അവരെ ഹാലിറായിരിക്കും. അപ്പൊ പിന്നെ അവരെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല, അവർ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഏലാമ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫലാഹാജത്തലില്ല ഏലാമി എന്നാണ് ഗർദി. ഇത് ഏലാമിന് വേണ്ടിയുള്ളതാണല്ലോ. പിന്നെ എന്താ പറയേണ്ടത്, അസ്സലാത്ത ജാമിയത്തുൻ, അല്ലെങ്കിൽ അസ്സലാത്തു ജാമിയത്തുൻ, അല്ലെങ്കിൽ അസ്സലാത്ത ജാമിയത്തൻ എന്നിങ്ങനെയൊക്കെ പറയാം. പിന്നെ അപ്പോ ഇത് എത്ര വട്ടം പറയണേ, യുഖാലുഫിൽ ഈദി വനഹ്വിഹി അസ്സലാത്തു ജാമിയ എന്നുള്ളത്, അല്ലെങ്കിൽ അസ്സലാത്ത എന്ന് പറയുക, അല്ലെ അസ്സലാത്ത എന്ന് മാത്രം പറയാന്നൊക്കെ ശേഷം പറയുന്നുണ്ട്. അല്ലെ ഹലുമു ഇല അസ്സലാത്തി, അല്ലെങ്കിൽ അസ്സലാത്ത റഹിമക്കുമുള്ള, ഇതൊക്കെ പറയുന്നത്. അത് രണ്ട് സമയത്തും പറയണമെന്ന ഷർവാനി നഖൽ ചെയ്യുന്നത്. എംബഗി നദ്ബു ദാലിക ഇൻദ ദുഖൂലിൽ വഖ്തി വ ഇൻദ സ്സലാത്തി ലിയകൂന ബദലൻ അനിൽ അദാനി വൽ ഇഖാമത്തി എന്ന. പിന്നെ വൽ മുഅ്തമദു അന്നഹു ലാ യുഖാലു ഇല്ല മറത്തൻ വാഹിദ ബദലൻ അലിൽ ഇഖാമത്തി കമാ യദുല്ലു അലൈഹി കലാമുൽ അദ്കാരി റഹിമഹുല്ലാഹി അലിനവി റഹിമഹുല്ലാഹി. അപ്പൊ ഇത് ഇഖാമത്തിനെ തൊട്ട് ബാങ്കിനെ തൊട്ടും അങ്ങനെ തന്നെ ഒറ്റവട്ടേ പറയണ്ടല്ലോ, ആവർത്തിക്കലൊന്നുമില്ല, മൂന്നോട്ടം പറയലൊന്നുമില്ല. പിന്നെ അപ്പൊ ഇങ്ങനെ പറയണം, അസ്സലാത്ത ജാമിയാത്തൻ, അല്ലെ അസ്സലാത്തു ജാമിയാത്തുൻ എന്നൊക്കെ പറയാം. അതിന്റെ ഇറാബ പറയുന്നത് അസ്സലാത്ത ബി നസ്ബിഹി, അതിന് നസ്ബു ഉണ്ട്. ആ നസ്ബ് എങ്ങനെയാൽ ഇഖ്റാഅൻ, അത് ഇഖ്റാ പ്രോത്സാഹിപ്പിക്കുക എന്ന നിലക്കാണ്. ഇഖ്റാഇന്റെ അർത്ഥം ഇഖ്റാ പ്രോത്സാഹിപ്പിക്കുക എന്നാണല്ലോ. അപ്പൊ അതിനെന്താ അർത്ഥം, ഉഹ്ലുറു അസ്സലാത്ത എന്നാവും. അപ്പൊ അതിന്റെ അർത്ഥം ഇഖ്റാ ആവുമ്പോ ഉഹ്ലുറു അസ്സലാത്ത, അല്ലെങ്കിലോ ഇൽസമുസ്സലാത്ത എന്നൊക്കെയാണ് മുഗ്നി പറഞ്ഞത്. അപ്പൊ അത് ഇഖ്റാഇന്റെ അർത്ഥം. അങ്ങനെ
പിന്നെ എന്താണ് ഉഹ്ളുറുസ്സലാത്ത ജാമിഅത്തൻ, ആ നിസ്കാരം തന്നെ ജാമിയായ നിലയിൽ, അത് ഹാലാണ് നസ്ബ് വരുമ്പോ എന്ന് പറഞ്ഞു. അല്ലെ ഇൽസമുസ്സലാത്ത ജാമിഅത്തൻ, ആ നിസ്കാരത്തിന് ലാസിമാക്കുക, അത് ആ ജാമിയായ നിലയിൽ ജമാഅത്തായി നിർവഹിക്കപ്പെടുന്നതായ നിലയിൽ, അതാണ് ജാമിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ അബോ ബിനസ്ബിഹി അങ്ങനെ. പിന്നെ വറഫഇഹി അസ്സലാത്തു എന്ന് അങ്ങനെ നസ്ബോ അല്ലെങ്കിൽ റഫ്ഓ ആണ്. അതിന്റെ വജ്ഹുകൾ വ്യത്യാസമുണ്ട്. റഫ് ആകുമ്പോ മുബ്തദ, അസ്സലാത്തു എന്നുള്ള മുബ്തദയാണ്, ജാമിയത്തുൻ എന്നുള്ളത് ഖബറുമാണ്. പിന്നെ അല്ലെങ്കിൽ അവ ഖബറൻ, അസ്സലാത്തു എന്നുള്ളത് ഖബറാണ്. അസ്സലാത്തു എന്നുള്ള ഖബറാകുമ്പോ മുബ്തദയോ അതിന്റെ മുബ്തദ കളഞ്ഞാണ്. അൽ മുനാദാലഹു എന്നാണ് ഷെർവാനി അങ്ങനെ പറഞ്ഞ. അൽ മുനാദാലഹു എന്ന് പറഞ്ഞാൽ അല്ലദീ നൂദിയ ലഹു അസ്സലാത്തു എന്നാണ്. അല്ലദീ ഒരു കാര്യമാകുന്നത്, നൂദിയ ലഹു അതിനുവേണ്ടി വിളിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനത്തെ ഒരു കാര്യമാകുന്നത് അസ്സലാത്തു നിസ്കാരമാണ്, അങ്ങനെ ഖബറായിട്ട്. ഇനി ജാമിഅത്തൻ ബിനസ്ബിഹി ഹാലൻ, അത് നേരത്തെ പറഞ്ഞ അസ്സലാത്ത ജാമിഅത്തൻ അങ്ങനെ. വറഫഇഹി ഖബറൻ ലിൽ മദ്കൂരി, പിന്നെന്ത് പറഞ്ഞു? അസ്സലാത്തു എന്നുള്ള റഫ ആവുമ്പോ അത് മുബ്തദയാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ജാമിയത്തുൻ എന്നുള്ള ഖബറാണ്. അതാ വറഫഇഹി അസ്സലാത്തു ജാമിയത്തുൻ ഖബറൻ ലിൽ മദ്കൂരി, ഇപ്പറഞ്ഞ അസ്സലാത്തു എന്ന മദ്കൂറിന്റെ ഖബർ. അവിൽ മഹദൂഫി, അല്ലെ ഒരു മഹദൂഫിന്റെ ഖബറാക്കാം. എന്താണ് അപ്പൊ മഹദൂഫിന്റെ ഖബറാക്കുമ്പോ അസ്സലാത്തു ഹിയ ജാമിയത്തുൻ എന്നാവും. ഗർദി അങ്ങനെ പറഞ്ഞ അസ്സലാത്തു, ആ സലാത്താകുന്നത് ഹിയ, അതാകുന്നത് ജാമിയത്തുൻ എന്നിങ്ങനെ ഒരു ഹിയ കളയ, ഒരു വസലിന്റെ ദമീർ, അപ്പൊ അതിന്റെ ഖബറാക്ക. പിന്നെ രണ്ടും കൂടി, ആ കളഞ്ഞ ഖബറും ഈ ജാമിയ എന്നുള്ള എന്താണ് ആ മുബ്തദയും കൂടി അസ്സലാത്തിന്റെ ഖബർ. ഇനി ആ മുബ്തദഅൻ അല്ലെ ജാമിയത്തുൻ എന്ന് പറയുമ്പോ ജാമിയ എന്നുള്ള മുബ്തദയാക്കാം. അപ്പൊ അതിന്റെ ഖബറോ, അതിന്റെ ഖബർ കളഞ്ഞ് അതിന്റെ ഖബർ കളഞ്ഞപ്പോ ഖബർ എങ്ങനെ സങ്കല്പിക്കുക? ജാമിയത്തുൻ ഹിയ എന്ന്. അസ്സലാത്തു നിസ്കാരമാകുന്നത് ജാമിയത്തുൻ അല്ല, അതെ ജാമിയത്തുൻ ജാമിയത്താകുന്നത് ഹിയ ആ സലാത്താണ്. അസ്സലാത്തു നിസ്കാരമാകുന്നത് ജാമിയത്തുൻ ജാമിയത്താകുന്നത് ഹിയ ആ സലാത്താണ്. അപ്പൊ അങ്ങനെ ഒരു ഹിയ എന്ത് ചെയ്യുക, ശേഷം തഖ്ദീർ ചെയ്യുക, അത് ഈ മുബ്തദന്റെ കളയപ്പെട്ട ഖബർ, അങ്ങനെ കരുതി പറഞ്ഞ്. അപ്പൊ വേറൊരു ഇഷ്കാൽ വരും അവിടെ. ജാമിയ എന്നുള്ള മുബ്തദയായാലും എങ്ങനെ, അതിന് ഇക്റയല്ലേ, അതിന് പറഞ്ഞില്ല തഖ്സീസിഹി ബിമാ ഖബ്ലഹു. ജാമിയ എന്ന് പറഞ്ഞത് എന്ത് ചെയ്തു, അതിനെ തഖ്സീസാക്കി. എന്തുകൊണ്ട്? ബിമാ ഖബ്ലഹു എന്ന് പറഞ്ഞാൽ അസ്സലാത്തു എന്ന് പറഞ്ഞത് ഈ ജാമിയത്ത് എന്നുള്ളതിനൊരു തഖ്സീസാണല്ലോ അല്ലേ. അപ്പൊ ജാമിയത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ നിന്നുള്ള ജാമിയത്ത്, ജമാഅത്തായി നിർവഹിക്കുന്നത് അതിനൊരർത്ഥം വന്ന്. അപ്പൊ ആ തഖ്സീസ് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒന്നുണ്ടായാൽ മതിയല്ലോ, പിന്നെ നിക്കറ മാരിഫ അല്ല മുബ്തദയാകാൻ അങ്ങനെ. ഇനി വദാലിക്ക, അപ്പൊ ഈ പെരുന്നാളിനും അതുപോലെ തന്നെ അസ്സലാത്ത ജാമിയ എന്ന് പറയണം എന്നുള്ളതിന് തെളിവെന്താ? വദാലിക്ക സുന്നത്താന്നുള്ളതിന് തെളിവ് ഈ സുബൂത്തിഹി ഫി സഹീഹൈൻ, സഹീഹൈനിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഫി കുസൂഫി ഷംസി, കുസൂഫ് ഷംസില സൂര്യഗ്രഹണത്തിൽ അങ്ങനെ പറഞ്ഞു എന്നാ. അപ്പൊ ബാക്കിയുള്ളതോ വഖീസ ബിഹി മാഫി മഅനാഹു മിമ്മാ ദുക്കിറ, ആ കുസൂഫ് നിസ്കാരത്തിന്റെ മഅനയിലുള്ള മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന്റെ മേൽ ഖിയാസാണ്. പിന്നെ അതായത് ജമാഅത്ത് സുന്നത്തുള്ള ജമാഅത്തായി നിർവഹിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ പറയാ അസ്സലാത്തു ജാമിയ എന്ന് പറയാ, അല്ലെങ്കിൽ അവിസ്സലാത്ത അസ്സലാത്ത എന്നിങ്ങനെ പറയാ. അപ്പൊ അസ്സലാത്ത അസ്സലാത്ത എന്ന് മാത്രം പറയാ. വഹുലുറുസ്സലാത്ത വഹുലുറുസ്സലാത്ത എന്നങ്ങനെ സങ്കല്പിക്കുക. അവ ഹലുമു ഇലസ്സലാത്തി എന്ന് പറയാ. ഔ അസ്സലാത്ത റഹിമക്കുമുല്ലാ, അപ്പൊ വഹുലുറുസ്സലാത്ത റഹിമക്കുമുല്ലാ എന്നിങ്ങനെ പറയാം. വല്ലവ്വലു അഫ്ലലു, ഇതില് ആദ്യത്താണ് അഫ്ലല്. കാരണം എന്താ, അത് വാരിദായതാണല്ലോ. വാരിദായതും ആ മാനക്കുള്ളത് നോക്കുമ്പോ വാരിദായതല്ലേ അഫ്ലല്. ഇനി വൽ ജദീദു നദ്ബുഹു ലിൽ മുൻഫരിദി, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവന്, അതായത് മക്തൂബത്തിനാ മശ്റൂ എന്ന് പറഞ്ഞല്ലേ. മക്തൂബത്തിനാണെന്ന് പറഞ്ഞിട്ട് മക്തൂബത്ത് പിന്നെ ജമാഅത്തായി നിർവഹിക്കും, ഒറ്റയ്ക്ക് നിർവഹിക്കും. അപ്പോ ഒറ്റയ്ക്ക് നിർവഹിക്കുന്നതിന് വാങ്ങുവാണോ വേണ്ടേ? അത് ഖിലാഫുണ്ട് ജദീദും ഖദീമുമായിട്ട്. അപ്പോ അതാ പറഞ്ഞത് വൽ ജദീദു നദ്ബുഹു അൽ അദാനി ലിൽ മുൻഫരിദി ബി ഉംറാനിൻ ഔ സഹറാ, അത് ബില്ലിംഗ് ഒക്കെ ഉള്ള
അങ്ങനത്തെ സ്ഥലത്താണെങ്കിലും ബിൽഡിങ്ങുകളുള്ള സ്ഥലത്താണ്, കെട്ടിടങ്ങളിലാണെങ്കിലും സഹറ അല്ല, കെട്ടിടമൊന്നും ഇല്ലാത്തൊരു തരിശ് ഭൂമിയിലാ, പുഴന്റെ വക്കത്തോ എന്ന പോലെ കടൽ തീരത്തോ ഇങ്ങനത്തെ അല്ലെ മരുഭൂമിയിലോ ഇങ്ങനത്തെ ഒക്കെ ഒഴിഞ്ഞ സ്ഥലത്താണ്, അല്ലെ കെട്ടിടത്തിലാണ്. ഇങ്ങനെ എന്തായാലും എന്താണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവന് വാങ്ക് സുന്നത്തുണ്ട് തന്നെ. പിന്നെ വൈൻ ബലഗഹു അദാനു വൈരി, ഇവൻ വേറൊരാളുടെ വാങ്ക് കേട്ടിട്ടുണ്ട് എന്നാലും സുന്നത്തുണ്ട്. അലൽ മുഅ്തമദി, മുഅ്തമദ് അനുസരിച്ച് ഇവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്, അല്ലെ ഇവൻ പള്ളിയിൽ കയറിയിട്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുക, ഇവൻ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുക, അപ്പോഴും വാങ്ക് സുന്നത്തുണ്ട്. പിന്നെ അലിൽ ഖബറില്ലാത്തി ശേഷം വരുന്ന ഹദീസിന് വേണ്ടി എന്നാ വയർഫഉൽ മുഅദ്ദിനു വലൗ മുൻഫരിദൻ സൗതഹു ഇല്ലാ ബിമസ്ജിദിൻ വഖഅത് ഫീഹി ജമാഅത്തുൻ എന്നാ. ഇനി മുഅദ്ദിന് ബാങ്ക് കൊടുക്കുന്ന ആള് നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും അതാ വലോ മുൻഫരിദൻ ജദീദ് അനുസരിച്ച് മുൻഫരിദിനുണ്ട് എന്നല്ലോ, ഇവൻ ശബ്ദം ഉയർത്തി കൊടുക്കണം, അതും സുന്നത്താണ്. യർഫഉ സൗതഹു ബിൽ അദാനി മസ്തത്ത, എത്ര ഉയർത്തണം സാധിക്കുന്ന അത്ര കണ്ട് ഉയർത്തി കൊടുക്കണം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവന്. വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ബാങ്ക് ഉറക്കാണ്ട് കൊടുക്കുക തന്നെ നദുബൻ. ആ ഇർഫാഉ എന്ന് പറഞ്ഞത് സുന്നത്താണ്. ലിൽ ഖബരി സഹീഹി, സ്വഹീഹായ ഹദീസ് ഉണ്ട്. എന്താണ്? ഇദാ കുന്ത ഫി ഗനമിക ഔ ബാദിയതിക ഫഅസ്സൻത ലിസ്സലാത്തി ഫർഫഅ സൗതക ബിന്നിദായി ഫഇന്നഹു ലാ യസ്മഉ മദാ സൗത്തിൽ മുഅദ്ദിനി ജിന്നും വലാ ഇൻസും വലാ ശൈഉൻ ഇല്ലാ ഷഹിദ ലഹു യൗമൽ ഖിയാമത്തി. കണ്ടോ? ഇദാ കുന്ത ഫി ഗനമിക, നീ ആയാല് നിന്റെ ആട്ടും കൂട്ടത്തിലാണ്, നീ ആടിനെയും കൊണ്ട് മേയ്ക്കാൻ പോയതാ, അതൊരു ഉദാഹരണമാണ്. ഒട്ടകായാലും നിന്റെ മൃഗങ്ങളെയും കൊണ്ട് മേയ്ക്കാൻ പോയതാണ്. ഔ ബാദിയത്തിക്ക, അല്ലെങ്കിൽ നീ നിന്റെ ഗ്രാമത്തിലാണ്, അപ്പൊ പള്ളിയിലല്ല എന്നർത്ഥം. ഫഅസ്സൻത ലിസ്സലാത്തി, എന്നിട്ട് നീ നിസ്കരിക്കാൻ വേണ്ടി വാങ്കൊടുത്തു, എന്നാൽ ഫർഫഅ സൗതക, നീ നിന്റെ ശബ്ദം ഉയർത്തിക്കോ, ബിന്നിദായി, വാങ്കൊണ്ട് ശബ്ദം ഉയർത്തിക്കോ. ഫഇന്നഹു ലാ യസ്മഉ മദാ സൗത്തിൽ മുഅദ്ദിനി, കാരണം ആ മുഅദ്ദിനിന്റെ ശബ്ദം അതിന്റെ മദ, അതിന്റെ ഗായത്ത് നിർത്താം, അത് എവിടെ എത്തുവോ അത് കേൾക്കുന്നില്ല. മദാ സൗത്തിൽ മുഅദ്ദിനി, മുഅദ്ദിന്റെ ശബ്ദം എത്രത്തോളം എത്തുവോ അത് കേൾക്കുന്നില്ല. എന്തായിട്ടല്ലാതെ ജിന്നോ, ആര് കേൾക്കുന്നില്ല? ജിന്നും വലാ ഇൻസുൻ, ജിന്നോ ഇൻസോ. പിന്നെ ജിന്നും ഇൻസും കേൾക്കുന്നില്ല എന്ന പോലെ വലാ ശൈഉൻ, മറ്റെന്തെങ്കിലും വസ്തുവും കേൾക്കുന്നില്ല. ജിന്നും ഇൻസും അല്ലാത്തെന്താ? അത് കേൾവി സങ്കല്പിക്കാൻ പറ്റിയ മറ്റ് മൃഗങ്ങളൊക്കെ കേൾക്കുമല്ലോ, അതൊന്നും കേൾക്കുന്നില്ല. എന്തായിട്ടല്ലാതെ? ഇല്ല ഷഹിദ ലഹു യൗമൽ ഖിയാമത്തി, ഇവന് ഖിയാമെന്നാളിൽ സാക്ഷി നിന്നിട്ടല്ലാതെ. അപ്പൊ അതിനവിടം വരെ കേൾക്കാവോ? അത്രത്തോളം ഉറക്കം കൊടുത്താലും അത്രയും സാക്ഷികൾ കൂടും, സാക്ഷികൾ കൂടണ്ടേ? അതാണ് അങ്ങനെ. മദാ സൗത്തിഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന്, ഗായത്ത ബൊഴുതിഹി എന്നാണ് പിന്നെ ഷർവാനി ഒന്ന് നക്കൽ ചെയ്തത്. വേറൊന്ന് നക്കൽ ചെയ്തത് ജമിയ അസൗത്തി മിൻ അവ്വലിഹി ലാഖിരി, ബാങ്കിന്റെ ശബ്ദം ആദ്യം മുതൽ അവസാനം വരെ കേട്ടാലേ കേൾക്കുക എന്നാണ്. അപ്പൊ ഫുള്ള് കേൾക്കണം എന്നാവും. പിന്നെ മറ്റേ പറഞ്ഞ ഗായത്ത ബൊഴുതിഹി എന്ന് പറഞ്ഞാല് അതാ എത്രത്തോളം കേൾക്കുവോ അത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാല് അങ്ങ് വളരെ ദൂരത്തുനിന്ന് ചെറിയ ശബ്ദത്തിൽ കേട്ടാലും മതി എന്നർത്ഥം. അതാ ഇപ്പറഞ്ഞർത്ഥം. പിന്നെ അപ്പൊ എങ്ങനെയാലും പക്ഷെ ഉയർത്തണം ഇല്ലാ ബി മസ്ജിദിന്റെ വൈരിഹി, പള്ളിയിലോ അല്ലെ പള്ളി അല്ലാത്തതിലോ. പള്ളി അല്ലാത്ത വേറെ ജമാഅത്ത് നടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പൊ അവിടെയും ഒഴികെ. വഖഅത്ത് ഫീഹി ജമാഅത്തുൻ, അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ എന്ത് ചെയ്യരുത്? അവിടെ ഈ രീതി ഉറക്കം കൊടുക്കരുത്. ഔ സല്ലൗ ഫുറാദ വൻസറഫു, അല്ലെങ്കിൽ അവർ ജമാഅത്തായിട്ട് നിസ്കരിച്ചില്ല, ഒറ്റയ്ക്ക് നിസ്കരിച്ചു എല്ലാവരും. എന്നിട്ട് ആ ജനങ്ങൾ എന്ത് ചെയ്തു? ഒറ്റയ്ക്ക് നിസ്കരിച്ചു, എന്നിട്ട് പിരിഞ്ഞുപോയി. എന്നാൽ ഇനി ഉറക്കം കൊടുക്കരുത്. ഫലാ യുന്ദബു ഫീഹി റഫഉ, അപ്പൊ പള്ളിയിലും അതല്ലാത്ത സ്ഥലത്തും റഫ് സുന്നത്തില്ല. ബൽ യുന്ദബു അദ്മുഹു, കണ്ടോ? റഫ് ചെയ്യാതിരിക്കൽ സുന്നത്താണ്. എന്താ കാരണം? ലിയല്ല യൂഹിമഹും ദുഖൂല വഖ്തി സലാത്തിൻ ഉഖ്റ, കാരണം ആ റഫ് തോന്നിപ്പിക്കും, അവരുടെ വഹമിൽ വാക്കിയാക്കുന്ന യൂഹിമുഹും.
പിന്നെ ദുഖൂല വക്തി സലാത്തിൻ ഉഖ്റ, മറ്റൊരു നിസ്കാരത്തിന്റെ സമയമായോ എന്ന് തോന്നിപ്പോവും. ഇപ്പൊ രണ്ടാമത് പിന്നെ ബാങ്ക് കേൾക്കുമ്പോഴേ മഗ്രിബായി എന്ന് വിചാരിച്ചിട്ടാണ് പോന്നാലോ, അല്ലെ അസറായി എന്ന് വിചാരിച്ചിട്ട് പിന്നെ വന്നാലോ, ഔ യുഷക്കിക്കഹും വി വക്തില്ലൂല, അല്ലെങ്കിൽ രണ്ടാമത്തെ സമയമായി എന്നല്ല വിചാരിക്കുക, അല്ലെങ്കിൽ ഒന്നാമത്തെ ഇപ്പൊ നമ്മൾ നിസ്കരിച്ചല്ലോ, അപ്പൊ സമയം ആയില്ലേ, ഇപ്പോഴാണോ സമയമായത്, നമുക്ക് തെറ്റുപറ്റിയോ എന്ന് സംശയിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ലാസിയമൻ ഫിൽ ഗൈമി, പ്രത്യേകിച്ച് ഇത് ഈ ഗൈമ സമയത്താണെങ്കിൽ, മേഘം ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ പ്രത്യേകിച്ച് സംശയം വരും. ഫയഹ്ലുറൂന മറത്തൻ സാനിയ, അപ്പൊ വാച്ചൊക്കെ ഉണ്ടെങ്കിലും എന്താണ്, വാച്ച് നോക്കിയിട്ട് നിന്റെ വാച്ച് തെറ്റിയതാണോ എന്ന് ചിലപ്പം വിചാരിക്കും. അപ്പൊ എന്താവും, ഇവര് രണ്ടാമത് പിന്നെയും ബാങ്ക് കേട്ടിട്ട് വരാൻ സാധ്യതയുണ്ട്. വഫീഹി മശക്കത്തും ശരീരത്തിന്, അങ്ങനെ രണ്ടാമത് വന്നിട്ട് കാര്യം ഉറപ്പിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ അന്ന് നോക്കുമ്പോ ഫുലാന് പള്ളിയിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നുണ്ടാവും, അല്ലെ വേറെ ജമാഅത്ത് നടത്തുന്നുണ്ടാവും. അപ്പോഴാ മനസ്സിലാകുക എന്ത്, ഇത് നമുക്ക് ഏറ്റുപറ്റിയിട്ടില്ല, വേറെ സമയമായിട്ടില്ല, അവര് അതേ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുത്തതാണ്, ഒറ്റയ്ക്കോ ജമാഅത്തായിട്ടോ. അപ്പൊ ഇങ്ങനെ രണ്ടാമത് വരുന്നതിൽ മശക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ശബ്ദം ഉയർത്തരുത്, ജനങ്ങൾക്ക് സ്വീപ്പുണ്ടാക്കരുത് എന്നർത്ഥം. ഇനി ഒബിഹിന്ദഫമാക്കയില, അപ്പൊ അവര് രണ്ടാമത് വരും എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തള്ളപ്പെട്ടു. എന്ത് പറയപ്പെട്ട ഒന്ന്, എന്താ പറയപ്പെട്ടത്, ലാ ഹാജത്തൽ ഇസ്തിറാത്തി ഉഖൂൽ ജമാഅത്തി, ജമാഅത്ത് നടക്കണം എന്ന് ഷർത്താക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. വക്കായത്ത് ഫീഹി ജമാഅത്തുൻ എന്നാണല്ലോ മുസന്നിഫ് പറഞ്ഞത്. അങ്ങനെ ഷർത്താക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇല്ലാ ബി മസ്ജിദിനോ വൈരിഹി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം എന്താ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം, ലിൽ ഈഹാമി അല അഹ്ലിൽ ബലദി അയിലൻ, കാരണം ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അല്ല അഹ്ലിൽ ബലദി അയിലൻ, നാട്ടുകാരുടെ മേലിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അയിലൻ എന്ന് പറഞ്ഞാല് ജമാഅത്ത് നിസ്കരിച്ചവരെ പോലെ അവർക്ക് ഏതായാലും ഈഹാം ഉണ്ടാക്കും. അപ്പൊ അവര് വന്നാൽ അവര് വന്ന് ജമാഅത്തായി നിസ്കരിച്ചു പോയ ആൾക്കാരല്ലേ, അവർക്ക് തെറ്റിദ്ധാരണ എന്നാൽ അവരുടെ വരവ് രണ്ടാം വരവാകും. ആദ്യത്തെ ജമാഅത്തിന് വരാത്ത കുറെ മനുഷ്യന്മാരുണ്ടാവുമല്ലോ, അവര് തെറ്റിദ്ധരിച്ചു വന്നാലോ, ഇപ്പോഴാണ് നിസ്കാരത്തിന്റെ ലോഹറിന്റെ സമയമായതെന്ന് വിചാരിച്ചു വന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്ത് ഇപ്പൊ അസറിന്റെ സമയമായി എന്ന് വിചാരിച്ചു വന്നു. അപ്പൊ അങ്ങനെയായാലോ രണ്ടാം വരവ് ഉണ്ടാവൂലല്ലോ. അപ്പൊ അങ്ങനെ എന്താണ് ലില്ലിഹാമി ആവശ്യമില്ല എന്ന് പറയാൻ കാരണം ലില്ലിഹാമി അല അഹ്ലിൽ ബലദി ഐലൻ വദാലിക. അപ്പൊ അങ്ങനെ തള്ളപ്പെട്ടു എന്ന് പറഞ്ഞു. തള്ള ഇന്തിഫാ അങ്ങനെ ലിയന്ന ഈഹാമഹു മഖഫു മശക്കത്തൻ, കാരണം ആ അഹ്ലുൽ ബലദ് ആദ്യത്തെ ജമാഅത്തിന് വരാത്ത ആൾക്കാർ പിന്നെ വന്ന് എന്ന് വിചാരിച്ചാല് അത് മശക്കത്ത്. ഒന്നാമത് വന്നിട്ട് നിസ്കരിച്ചു പോയിട്ട് പിന്നെ രണ്ടാമത് വരുന്ന പ്രയാസം ഏതായാലും ഇല്ലല്ലോ. മശക്കത്തുണ്ടില്ലാന്നില്ല, മറ്റേന്റെ അത്ര ഇല്ല. ഇത് ബിഫർലി തവഹുമിഹിം, അഹ്ലുൽ ബലദിനെ തെറ്റിദ്ധരിപ്പിക്കും എന്ന് സങ്കല്പിച്ചാൽ ലായസുലു മിൻഹുമുൽ ഹുദൂറു ഇല്ലാ മറത്തൻ, അവരിൽ നിന്ന് ഒരു തവണയല്ലേ ഹുദൂർ വരുന്നുള്ളൂ. അപ്പൊ എന്താണ്, നിസ്കരിച്ചു പോയവർക്ക് ഈഹാം ഉണ്ടാക്കലാണ് വിഷയം. അതുകൊണ്ടാണ് വഖാഅത്ത് ഫീഹി ജമാഅത്തുൻ, അല്ലെങ്കിൽ എന്താണ് സല്ലൗ ഫുറാദ വൻസറഫൂ എന്ന് പറഞ്ഞാൽ അവര് വന്ന് ഒറ്റയ്ക്ക് നിസ്കരിച്ചു പോയി. രണ്ടാമത് വരുന്നതിനെ ഇവിടെ പരിഗണിച്ചിട്ടുള്ളൂ. ആദ്യം വരിക എന്ന് പറഞ്ഞാൽ അത്ര പ്രയാസമല്ല. അതുകൊണ്ട് ഈ ജമാഅത്ത് നടക്കുക, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് എന്താണ് അവര് വന്ന് ഒറ്റയ്ക്ക് നിസ്കരിച്ച് പിരിഞ്ഞു പോയിന്ന്, അതായത് എല്ലാവരും ജമാഅത്തുണ്ടെന്ന് വിചാരിച്ചു വന്നു. അപ്പൊ പള്ളിയിൽ മുതിയാറില്ല, വന്നവരുടെ കൂട്ടത്തിൽ ആരും ഇമാം വെക്കാൻ തയ്യാറുള്ളവരും ഇല്ല, സാധാരണക്കാരാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മളൊറ്റയ്ക്ക് നിസ്കരിച്ച് പോവാന്ന് വിചാരിച്ചു പോയി. പിന്നെ ഇനി തംബീഹുൻ ഇന്നമായത്തജിഹു തഖീദു ബിൽ ഇൻസിറാഫി. അപ്പോ ഔസല്ലു ഫുറാദ വൻസറഫു എന്ന് പറഞ്ഞില്ലേ, ആ ഇൻസിറാഫ് കൊണ്ടുള്ള തഖീദ് ശരിയാകലെപ്പോഴാ, അത് ന്യായമാകല് ഫീമ ഇദത്തഹദ മഹല്ലുൽ ജമാഅത്തി, ജമാഅത്തിന്റെ മഹല്ലു ഒന്നായാലാണ്. ജമാഅത്തിന് ഒരു മഹല്ലേ ഉള്ളൂ ആ നാട്ടില്. അപ്പോഴാണ് എന്ത് ചെയ്തത്, അവര് വന്ന് ഒറ്റക്ക് നിസ്കരിച്ച് പിരിഞ്ഞുപോയി. എന്നിട്ട് പിന്നെ ബാങ്ക് ഉറക്ക കൊടുക്കല് ഖറാത്ത് എന്ന് പറഞ്ഞത് അപ്പോഴാണ്. ബിഖിലാഫി മായിദ തഅദ്ദദ, അല്ല ആ നാട്ടില് ജമാഅത്തിന്റെ മഹല്ല് ഒന്നിലധികം ഉണ്ട്, നിസ്കാരപ്പള്ളി 2-3 ഉണ്ട്. അപ്പൊ പിന്നെന്തില്ല, ആ വൻസറഫു എന്ന് പറഞ്ഞ കൈദില്ല. അതാ പറയുന്നില്ല അന്ന റഫഅ ഫി അഹദിഹ, കാരണം ഈ പല മഹല്ലുണ്ടാകുമ്പോ ആ മഹാല്, അഹദിഹ എന്ന് പറഞ്ഞാൽ അഹദുൽ മഹാല് എന്നർത്ഥം, പല മഹല്ലുകളിൽ നിന്നുള്ള ഒന്നില് ശബ്ദം ഉയർത്തല് യളുറുൽ മുൻസരിഫീന, പിരിഞ്ഞു പോയവർക്ക് പ്രയാസാണ്. എവിടുന്ന് പിരിഞ്ഞു പോയവരും മിനൽ ബഖിയ്യത്തി, മറ്റു പള്ളികളിൽ നിന്ന്, നിസ്കാര പള്ളികളിൽ നിന്ന്, സറാമ്പിയകളിൽ നിന്ന്, തൈക്കാവുകളിൽ നിന്ന് പിരിഞ്ഞു പോയവർക്ക് പ്രയാസ അല്ലേ.
അപ്പൊ ഇവിടുന്ന് തന്നെ വിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞത് ആ സ്ഥലത്ത് റഫ് പിന്നെ സൗത്ത് പിന്നെ കറാഹത്താണ് എന്ന് പറഞ്ഞത്, റഫ് ചെയ്യാതിരിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞത് എവിടെ? അത് എന്താണ് മഹല്ലുൽ ജമാഅത്ത് ഒന്ന് മാത്രമാകുമ്പോഴാ. പിന്നെ റഫ് കറാഹത്ത് എന്നല്ല, റഫ് സുന്നത്തില്ലാന്ന് അല്ലെ, പിന്നെ തെർക്ക് സുന്നത്താണെന്ന് പറഞ്ഞു. അതുമുർ റഫ് സുന്നത്താണ്. അതെ, മറ്റു മഹല്ലിൽ നിന്ന് ബിഔദി കുല്ലിൻ ലിമാ സല്ലാ ബിഹി. അതെങ്ങനെയാ ലറർ വരിക? ബിഔദി കുല്ലിൻ അവരെല്ലാം മടങ്ങി വരും, ലിമാ സല്ലാ ബിഹി ഒന്നിലേക്ക് മടങ്ങി വരും. സല്ല അവൻ നിസ്കരിച്ചു, ബിഹി ഈ ബാങ്കോട് കൂടെ, അല്ല ബിഹി എന്ന് പറഞ്ഞാൽ മഹല്ലിൽ അല്ലെ, അവിടത്തേക്ക് തന്നെ മടങ്ങി വരും. ലിമ ഒരു മഹല്ലിലേക്ക് മടങ്ങി വരും. സല്ലാ ബിഹി ആ മഹല്ലിൽ ആദ്യം നിസ്കരിച്ചു പോയിട്ടുണ്ടോ, നീ അവിടത്തേക്ക് തന്നെ മടങ്ങി വരും. കാരണം ബാങ്ക് കേട്ട മറ്റടുത്തുനിന്നാണെന്നെങ്കിലും എന്താണ്, ഇവിടെ ചിലപ്പോ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കാൻ, ഏതായാലും സമയമായി എന്ന് വിചാരിച്ചിട്ട് എന്താവും, ഇവിടെ പോയി വെക്കുമല്ലോ. അവല് കൈരിഹി അല്ലെങ്കിൽ അതേ സ്ഥലത്തല്ല വേറൊരു സ്ഥലത്തേക്ക് പോയി പോവും. ഇതിൻ അപ്പോ അങ്ങനെ ആവുമ്പോ ന്യായമാണ്. നദ്മു അജ്മിർ റഫി വൈലം യൻസരിഫു. കണ്ടോ, ഇവിടെ ജമാഅത്ത് പള്ളിയിൽ കഴിഞ്ഞ്, അല്ലെങ്കിൽ എന്താണ് ഈ വൻസറഫു എന്ന് പറഞ്ഞാൽ രണ്ടിടത്തേക്കും ബാധിക്കുന്ന കേട്ടോ. വഖഅത്ത് ഫീഹി ജമാഅത്തുൻ വൻസറഫു ഔ സല്ലൗ ഹുറാദ വൻസറഫു എന്നാണ്. എല്ലായിടത്തും ഇൻസിറാഫ് കൈതാണ്. അപ്പോ ഇൻസിറാഫ് കൈതാണ് എന്ന് പറഞ്ഞത് ഒറ്റ മഹല്ലേ ഉള്ളെങ്കിലാ. അല്ല വ്യത്യസ്ത മഹല്ലുൽ ജമാഅത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻസിറാഫ് ഷർത്തില്ല. അവിടെ ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് തന്നെ ബാങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ജനങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചു എന്നിട്ട് ബാങ്ക് കൊടുക്കുക. ഇത് അപ്പോ ഉയർത്തല് സുന്നത്തില്ല, ഉയർത്താതിരിക്കലാണ് സുന്നത്ത്. ഇനി ഖളിയത്തുൽ മത്നി നദ്ബുൽ അദാനി മഅ റഫ്ഇൽ ജമാഅത്തി സാനിയ. അപ്പോ മത്നിന്റെ ഖളിയ എന്താണ്? വാങ്ക് സുന്നത്താണ് മഅ റഫ്ഇ റഫ്ഉസൗത്തോടുകൂടെ ലിൽ ജമാഅത്തി സാനിയത്തി രണ്ടാമത്തെ ജമാഅത്തിന് അല്ലെ. അതെങ്ങനെ ഖളിയത്തുൽ മത്നായത്? ഇല്ലാ ബി മസ്ജിദിൻ വഖഅത്ത് ഫീഹി ജമാഅത്തുൻ എന്നല്ലേ? ബസരി എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്റാള് ചെയ്തിട്ടുണ്ട്. ഖളിയത്തുൽ മത്നി നദ്ബുൽ അദാൻ ബാങ്ക് സുന്നത്താണ്, ലിൽ ജമാഅത്തി സാനിയത്തി രണ്ടാമത്തെ ജമാഅത്തിന് ബാങ്ക് സുന്നത്തുണ്ട് എന്നാണ് ഖളിയത്തുൽ മത്നി. അത് ശരിയാണ്. പക്ഷെ മഅറഫ്ഇന് എങ്ങനെ വരിക? ശബ്ദ ഉയർത്തൽ സുന്നത്താണ് എന്ന് പറഞ്ഞത് എവിടെ പറഞ്ഞത്? അത് ഇല്ലാ ബി മസ്ജിദിൻ വഖഅത്ത് ഫീഹി ജമാഅത്തുൻ എന്നല്ലേ? ജമാഅത്ത് നടന്ന പള്ളിയിലല്ലെങ്കിൽ അപ്പോ ഒരു ജമാഅത്ത് നടന്ന് എന്നിട്ട് പിന്നെന്താക്കി രണ്ടാമത്തെ ജമാഅത്ത് നടക്കുമ്പോ ഇല്ല എന്നുള്ളതല്ലേ മത്നിന്റെ ഖളിയ. റഫ്ഉ സൗത്ത് ഇല്ല എന്നുള്ളതല്ലേ? വൈൻ കുരിഹത്ത് ആ ജമാഅത്ത് കറാഹത്താണെങ്കിലും ബാങ്ക് സുന്നത്തുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഖളിയ. പിന്നെ വനൂസിയ ഫീഹി. അപ്പോ മഅറഫഇ എന്ന് പറഞ്ഞത് ശരിയാകുന്നില്ല. അത് ബസരി ചോദ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേത് എവിടുന്നാ കിട്ടിയത്? അത് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നമായുഷ്റാന് ലിൽ മക്തൂബത്തി. എന്നിട്ട് പിന്നെ പറഞ്ഞ് വൽ ജദീദു നദ്ബുഹു ലിൽ മുൻഫരിദി എന്ന് പറഞ്ഞത്. അപ്പൊ മുൻഫരിദിന് സുന്നത്തുണ്ടോ ഇല്ലേ എന്നതിൽ ജദീദും ഖദീമും ഖിലാഫുണ്ട്. മറ്റേത് അപ്പൊ അതല്ലാത്ത ജമാഅത്താവുമ്പോഴോ
ജമാഅത്താവുമ്പോ അത് ഒന്നാമത്തെ മായത്ത്, രണ്ടാമത്തെ മായത്ത്, മൂന്നാമത്തെ മായത്ത് അങ്ങനൊന്നും കണക്കില്ല എന്നല്ലേ മത്തിന്റെ കളിയ. അതെ, വൈൻ കുരിഹത്ത് ജമാഅത്ത് കറാഹത്താണെങ്കിൽ, ജമാഅത്ത് കറാഹത്ത് എങ്ങനെ, അത് റാത്തിബായ ഇമാമിന്റെ സമ്മതമില്ലാതെ ജമാഅത്ത് നടത്തിയാല്, അത് പിന്നെ സമ്മതമില്ലാതെ ജമാഅത്ത് നടത്തിയ കറാഹത്താകല് പള്ളി പിന്നെ ഗൈറു മത്റൂക്കായ പള്ളിയാവുമ്പോഴാ. മത്റൂക്കായ പള്ളിയിലാണെങ്കിൽ അങ്ങനെയല്ല. ചില പള്ളിയിലൊക്കെ ഉണ്ടാവും, എന്താണ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തും റെയിൽവേ സ്റ്റേഷന്റെ അടുത്തും അങ്ങനെ. ഇപ്പോഴത്തെ പൊതുവെ പള്ളികളൊക്കെ എന്താണ് മത്റൂക്കായ പള്ളിയാ. അപ്പൊ പള്ളിയിലൊക്കെ എന്താണ് രണ്ട് ജമാഅത്ത് ഒരേ സമയത്ത് പാടില്ല, ഔദ്യോഗിക ജമാഅത്തിന്റെ മുമ്പ് വേറെ ജമാഅത്ത് പാടില്ല. ഇതെല്ലാം ജഹാലത്താ. പിന്നെ അബവൈൻ കുരിഹത്ത് വനൂസിയ ഫീഹി, ആ നദ്ബിൽ എന്താണ് ഖിലാഫുണ്ട്. എന്തു പറഞ്ഞിട്ട് ഖിലാഫായി? ബി അന്നഹു എംബഗി കറാഹത്തുഹു, ആ രണ്ടാമത്തെ കറാഹത്തായ ജമാഅത്തിന് ബാങ്കും കറാഹത്താകണം എന്ന് പറഞ്ഞു. ലി അന്നഹു വസീലത്തുൻ, കാരണം ബാങ്ക് എന്നുള്ളത് വസീലയാണല്ലോ. എന്തിനു വസീല? കറാഹത്തായ ജമാഅത്തിന്റെ വസീലയാണല്ലോ. അപ്പൊ ആ കറാഹത്തായ ജമാഅത്തിലേക്ക് ആളെ ക്ഷണിക്കുമ്പോ അതിന് എന്താണ് ക്ഷണാണല്ലോ ഈ ബാങ്ക്, അതും കറാഹത്താകണല്ലോ എന്നാ പറഞ്ഞ. ഒയുറദ്ദു, അതിന് മറുപടി പറഞ്ഞു ബി അന്ന കറാഹത്തഹ, ആ നിസായിന് മറുപടി പറഞ്ഞു ബി അന്ന കറാഹത്തഹ, ആ ജമാഅത്തിന്റെ കറാഹത്തിൽ അംരിൻ ഖാരിജിൻ, അത് ഖാരിജായൊരു കാര്യത്തിന് വേണ്ടിയാണ് ജമാഅത്തിന്റെ കറാഹത്ത്. ലായക്തലി, ആ ഖാരിജായ അമ്രിന് വേണ്ടിയുള്ള കറാഹത്താകുന്നത് ലായക്തലി, അത് തേടുന്നില്ല. കറാഹത്ത വസീലത്തിഹ, ആ ജമാഅത്തിന്റെ വസീലയുടെ കറാഹത്തിനെ തേടുന്നില്ല. അത് ജമാഅത്ത് എന്ന പേരിൽ കറാഹത്താവുമ്പോ എന്താണ് അതിന്റെ വസീല കറാഹത്താവും. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇത് അമ്രുൻ ഖാരിജിന് വേണ്ടിയാണ്. നമ്മൾ ഉദാഹരണം പറഞ്ഞില്ലേ, ഇമാമിന്റെ സമ്മതമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. കമാഹു ലാഹിർ. ഇനി വയുഖീമുലിൽ ഫായിത്തത്തി ഖത്ആൻ, ഖളായ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കണം, അതിൽ ഖിലാഫില്ല. വലാ യുഅദ്ദിനു ലഹാ ഫിൽ ജദീദ്, ഇപ്പുറത്ത് ഖത്ആൻ എന്ന് പറഞ്ഞത് അതിന് വാങ്ങ് കൊടുക്കണോ വേണ്ട എന്നുള്ളതിൽ ജദീദും ഖദീമുമായ ഖിലാഫ് ഉണ്ട്. അതുകൊണ്ടാ വലാ യുഅദ്ദിനു ലഹാ ഫിൽ ജദീദി. കാരണം എന്താ? ലി സവാലിൽ വക്തി, സമയം കഴിഞ്ഞു പോയല്ലോ. ബാങ്കാണെങ്കിൽ എന്തിനുള്ളതാ? ബാങ്ക് സമയം അറിയിക്കാൻ വേണ്ടിയുള്ളത്, സമയം കഴിഞ്ഞു പോയില്ലേ. വലിമാ സഹ, സ്വഹീഹായ ഹദീസും വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് വേറെ കാരണ. രണ്ടാമത്തെ ഇല്ലത്താണ് അന്നഹു സല്ലല്ലാഹു തആല അലൈഹി വസല്ലം ഫാത്തത്തുഹു സലവാത്തുൻ യൗമൽ ഖന്ദഖി, ഖന്ദഖിന്റെ അന്ന് കുറച്ച് നിസ്കാരം ഖളായിപ്പോയി. ഫഖളാഹ വലം യുഅദ്ദിൻ ലഹാ, ആ നിസ്കാരങ്ങൾ ഖളാ വിട്ട് അതിന് വാങ്ങ് കൊടുത്തിട്ടില്ല എന്ന് സഹിയുണ്ട്. അപ്പൊ ജദീദ് ഇങ്ങനെയാണ്, ഖുൽതു അൽ ഖദീമു അദ്ഹറു, ഇവിടെ ഖദീം അദ്ഹറാകുന്ന സ്ഥലാണ്, റാജിഹാകുന്ന സ്ഥലാണ്. വല്ലാഹു അലം. ഖദീം എന്താണ്? അന്നഹു യുഅദ്ദനു ലഹ, അതിന് വാങ്ങ് കൊടുക്കണം എന്നുള്ള. വലാ യുഅദ്ദനു ലഹ എന്നാ അപ്പൊ മത്തിന് അല്ലെ. വയുഖീമുലിൽ ഫായിത്തത്തി വലാ യുഅദ്ദനു ലഹ ഫിൽ ജദീദീൻ. ഖദീമു അന്നഹു യുഅദ്ദനു ലഹ ഫുഇലത്ത് ജമാഅത്തൻ ഔ ഫുറാദാ, ആ ഫൗത്തായ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാലും ഒറ്റക്ക് നിസ്കരിച്ചാലും എന്താക്കണം? വാങ്ങ് കൊടുക്കണം തന്നെ. ഖിലാഫൻ ലിമാ യൂഹിമുഹു കലാമു ഷാരിഹിൻ, ഒരു ഷാരിഹിന്റെ കലാമ് തോന്നിപ്പിക്കുന്നതിനെതിരായിട്ട്. ആ ഷാരിഹിന്റെ കലാമ് തോന്നിപ്പിക്കുന്നത് ജമാഅത്തായി നിസ്കരിച്ചാൽ മാത്രമേ ഫായിത്തത്തിന് ബാങ്ക് കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് ഖദീം എന്നാ തോന്നിപ്പിച്ചത്. അങ്ങനല്ല, ഒറ്റക്കാണെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ എന്താണ് രണ്ടാലും ബാങ്ക് കൊടുക്കണം തന്നെ ഖദീം. വലായുനാഫീഹി, അപ്പൊ ഇതിനെതിരല്ല. ഏത്? ആ തമീം ഫുഇലത്ത് ജമാഅത്തൻ ഔ ഫുറാദാ എന്ന് പറഞ്ഞല്ലോ, ആ തമീമിനെതിരല്ല അൽ ഖദീമു സാബിഖു, നേരത്തെ പറഞ്ഞ ആ ഖദീം. എന്താ ഖദീം? മുൻഫരിദിന് വാങ്ങ് കൊടുക്കണോ വേണ്ടേന്ന് അല്ലെ. മുൻഫരിദിന് വാങ്ങ് കൊടുക്കണോ വേണ്ടേ എന്ന് പറഞ്ഞെടുത്ത് ജദീദ് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഖദീം എന്താണ്? കൊടുക്കണ്ടെന്ന് വരുമല്ലോ. അതും ഇതും എതിരാവുമോന്ന്? അതില്ല. കാരണം എന്താ? ലിൽ ഇഖ്തിലാഫി അൻഹു, ആ ഖദീമിൽ ഖിലാഫ് ഉള്ളത് കൊണ്ട്. ലിൽ ഇഖ്തിലാഫി അൻഹു എന്നുള്ളതിന് അന്നിന്റെ മാന ഫീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഖദീമിൽ ഖിലാഫുണ്ട്. എന്താ ഖിലാഫ്? ബൽ ഖീല എന്ന് മാത്രല്ല, ഇന്നദാക ജദീദുൻ ലാ ഖദീമുൻ, എന്താണ് അത്? ഖദീമല്ല ജദീദാണ് എന്ന അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട്. വഹുവ, ആ ഖദീമാകുന്നത് അദ്ഹറു, അത് അദ്ഹറാണ്. പിന്നെ എതിരാകുന്നില്ല എന്ന് പറഞ്ഞല്ലോ. മുനാഫാത്ത് അങ്ങനെ
അന്നഹു ഇദാലം യുഅദ്ദിൻ അൽ മുൻഫരിദു ലഹ, പിന്നെ മുൻഫരിദ് അതിനുവേണ്ടി എന്താണ് ബാങ്ക് കൊടുക്കണ്ട എന്നാണെങ്കിൽ, ഏത് മുൻഫരിദ് അതായ നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കണ്ട എന്നാണെങ്കിൽ ഫൽ ഫായിത്തത്തു ഔല എന്നാണ്. അപ്പൊ ഫായിത്തത്തിന് മുൻഫരിദ് ബാങ്ക് കൊടുക്കണ്ട എന്നുള്ളത് ഔലയല്ലേ എന്ന് വരും എന്നാണ്. അപ്പൊ അതിന് അത് രണ്ടും കദീമാകുമ്പോഴേ മുനാഫാത്ത് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ കദീമില് ഖിലാഫുണ്ട്, ലിൽഇഖ്തിലാഫി ഫീഹി, ആ കദീമിൽ ഖിലാഫുണ്ട്. അവിടെ മുൻഫരിദ് അങ്ങനെ വാങ്ങിക്കൊടുക്കണ്ട എന്നൊരു കദീമോട് ഉദ്ധരിച്ചല്ല, കദീമില് അത് മസല മുഖ്തലഫ് ഫീഹിയാണ്. അപ്പൊ ഇതിനെതിരാവൂലല്ലോ. അവിടെ കദീമിൽ തന്നെ എന്താണ് കൊടുക്കണം എന്ന് വേറെ അഭിപ്രായമുണ്ട്. അതിനോട് യോജിക്കുമല്ലോ ഈ പറഞ്ഞ ഫുയിലത്ത് ജമാഅത്തിന്റെ ഫുറാദ എന്ന് പറഞ്ഞതായി മുൻഫരിദ് വാങ്ങിക്കൊടുക്കണം ഫായിത്തിനും എന്നല്ല. ബൽഖീല ഇന്നതാക്ക ജദീദുൻ, ഏത് അവിടെ പറഞ്ഞ സാബിഖായ കദീം അത് കദീമല്ല ജദീദാന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടും കദീമിലാകുമ്പോഴല്ലേ എതിര് വരുള്ളൂ, ജദീദിൽ മാറ്റി പറയാലോ. പിന്നെ വഹുവാ അദ്ഹറു, ഇനി അൽ ഖദീമു വഹുവാ അദ്ഹറു, ഖദീമാണ് അദ്ഹർ. വല്ലാഹു അലം. ഖബരി സഹീഹ് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ഫാത്തത്തുഹു സുബ്ഹു ബിൽ വാദി, ഒരു പിന്നെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു വാദിയിൽ വെച്ചിട്ട് സുബഹിസ്കാരം നഷ്ടപ്പെട്ടല്ലോ. സാറ കലീലൻ, എന്നിട്ട് അവിടുന്ന് എന്താണ്, ഇത് ശൈത്താന്റെ സ്വാധീനമുള്ള സ്ഥലമാണ്, നമുക്ക് കുറച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കുറച്ച് യാത്ര ചെയ്തു. സുമ്മനസല, പിന്നെ ഇറങ്ങി. വാദന ബിലാലുൻ, അവിടെ ഇറങ്ങിയത് സുബഹി കളാ കിട്ടാൻ വേണ്ടിയാ. അപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ക് കൊടുത്തു. ഫസല്ല റക്അത്തൈനി, അപ്പൊ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. സുമ്മ സുബഹ, പിന്നെ സുബഹി നിസ്കരിച്ചു. അപ്പോ ഫായിത്തത്തിന് വേണ്ടി വാങ്ക് കൊടുത്തല്ലോ അവിടെ. ഇതാണ് അപ്പൊ ഈ സഹിയായ ഹദീസ് ഉള്ളത് കൊണ്ട് അങ്ങനെ. അപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖദീമായിട്ട് ഇങ്ങനെ പറയാൻ കാരണം, ജദീദിൽ വേണ്ടാന്ന് പറയാൻ കാരണം, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ ഹദീസ് സഹീഹാണോ അല്ലേ എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെടാത്തോണ്ടായിരിക്കും, ഇതിന്റെ സിഹത്ത് സ്ഥിരപ്പെടാത്തോണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്തു, ആ സഹാബ് നോക്കി അവരോട് പറഞ്ഞിട്ടുണ്ട് ഉള്ള ഉദാഹരണങ്ങളിൽ പെടുത്തായത് ഏത് ഇതാ സഹൽ ഹദീസ് മദ്ഹബീന്. അപ്പൊ അവര് നോക്കുമ്പോ ഹദീസിന് സഹിയായി അവർക്ക് സ്ഥിരപ്പെട്ടു. അപ്പൊ അവര് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ വസിയത്തനുസരിച്ച് ഖദീം കൊണ്ട് പറഞ്ഞു. വദാലിക ബഅദൽ ഖന്ദഖി, ആ വാദിയിലെ നിസ്കാരം ഖളാ ആയപ്പോഴാണ്, ഖന്ദഖ് കഴിഞ്ഞതിന് ശേഷം. പിന്നെ അപ്പൊ ഖന്ദഖിൽ എന്താണ്, കുറെ നിസ്കാരം ഖളാ ആയിട്ട് വാങ്ങു കൊടുത്തില്ല എന്ന് പറഞ്ഞു അല്ലെ. ജദീദിൽ പറഞ്ഞ അങ്ങനല്ലേ, ജദീദിന്റെ തെളിവ് അതല്ലായിരുന്നോ, ബാങ്ക് കൊടുത്തില്ല. ഇതിന് ശേഷമാണിത്. അപ്പോ എന്താണ്, ഇത് സഹിയാവുമ്പോ ആ ഖന്ദക്കിലെ സംഭവം കൊണ്ടല്ലല്ലോ അമൽ ചെയ്യുക, അത് മൻസൂഖാ നോക്കേണ്ടി വരും. അത് ആദ്യത്തെ സംഭവമാണ്. ഫല്ലദാനു അലൽ അവ്വലി, അപ്പോ അവ്വല് അതായത് ജദീദ്, ആ ജദീദിന്റെ മേലെടുത്താൽ എന്താണ്, ഈ വാങ്ക് എന്ന് പറഞ്ഞത് ഹക്കുല്ലിൽ വക്തി, അത് വക്തിന്റെ ഹക്കാണ്. അപ്പൊ വക്തിന്റെ ഹക്കായതുകൊണ്ടാണ് സമയം കഴിഞ്ഞല്ലോ എന്നതിന് തെളിവ് പറഞ്ഞു. അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. വയലസ്ഥാനി സാനിയായ ഖദീമിന്റെ മേലെടുത്താൽ ഹക്കുല്ലിൽ ഫർലി, ഫർലിന്റെ ഹക്കാണ്. അപ്പൊ ഫർലല്ലേ ഇപ്പൊ നിസ്കരിക്കുന്നത്, ഫൗത്തായ നിസ്കാരം ഫർല് തന്നെയല്ലേ. അപ്പൊ അതിന് വാങ്ങി കൊടുക്കണം. വഫിൽ ഇംലായി, ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കിതാബുൽ ഇംലായിൽ എന്താണ് പറഞ്ഞത്, ഹക്കുല്ലിൽ ജമാഅത്തി എന്ന, ഫർലിന്റെ ഹക്ക് അല്ലെങ്കിൽ ജമാഅത്തിന്റെ ഹക്ക് എന്ന രണ്ടായാലും എന്താക്കണം. പിന്നെ ഇപ്പൊ ജമാഅത്തായി ജമാഅത്ത് ഹക്കുല്ലിൽ ജമാഅത്തി എന്ന് പറയുമ്പോ പിന്നെന്ത് പ്രശ്നം പിന്നെയും വരും. അപ്പോ മുൻഫരിദിന് വേണ്ടാന്ന് വരും അല്ലേ. പിന്നെ അപ്പൊ മുൻഫരിദിന് വേണോ വേണ്ടെന്ന് അവിടെ ഖിലാഫുണ്ടല്ലോ. അപ്പൊ വേണ്ടാന്നുള്ളതിനോട് യോജിച്ചിട്ടാണ് ഇംലായിൽ അത് പറഞ്ഞത് എന്ന് വെച്ചാൽ മതി. ഇനി ഫൈൻഖാന അലൈഹി ഫവായിത്ത്, അപ്പോ ഇവന്റെ മേലില് ഒന്നിലധികം നിസ്കാരം ഫൗത്തായതുണ്ടെങ്കിൽ വാറാദ ഖളാഅഹ മുത്തവാലിയ, ആ നിസ്കാരങ്ങൾ എന്താണ് തുടരെ ഖളാ വീട്ടാനും ഇവൻ വിചാരിച്ച്. അറാദ ഖളാഅഹ മുത്തവാലിയത്താൻ, ഒന്ന് നിസ്കരിച്ച് അപ്പൊ തന്നെ അടുത്ത നിസ്കരിച്ച് അപ്പൊ തന്നെ അടുത്ത നിസ്കരിച്ച് മുവാലിയ, ഇടക്ക് ഫസല് തവീൽ ഇല്ലാതെ ഖളാ വീട്ടാൻ നിസ്കരിച്ച ഉദ്ദേശിച്ചാല് ലം യുഅദ്ദിൻ ലിഗൈരിൽ ഊല, ഒന്നാമത്തെ നിസ്കാരത്തിന് വാങ്ങ് കൊടുത്താൽ മതി. പിന്നെ അവ മുത്തഫർരിഖത്തൻ അല്ലെ മുത്തഫർരിഖായി ഖളാ വീട്ടാൻ വിചാരിച്ചാല് ഉടനെ അല്ല, ഒന്ന് നിസ്കരിച്ച് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഫസലൊക്കെ തൊവീലായിട്ട് നിസ്കരിക്കുന്നതെങ്കിൽ ഫൈൻ താല ഫസല്, അത് തഫ്രീഖ് ആക്കുമ്പോ ഫസല് തൊവീലായാൽ ബൈന കുല്ലിൻ, എല്ലാത്തിന്റെ ഇടയില് ഉറുഫനുസരിച്ച് ഫസല് തൊവീലാണെങ്കിൽ അദ്ദനലി കുല്ലിൻ, എല്ലാ ഫായിത്തിനും എന്താക്കണം വാങ്ങി കൊടുക്കണം. അപ്പോ തേഖീറാക്കിയാലോ ജമ്മു തേഖീറാക്കിയാലോ വലോ ജമാ തേഖീറൻ അദ്ദനലിൽ ഊല ഫഖത്ത്, അപ്പോ
ജമ്മു തഹീറാക്കുമ്പോൾ ഒന്നാമത്തേന് മാത്രം എന്ത് വാങ്ങിക്കൊടുത്താൽ മതി. അതെപ്പോഴും സവാവും കാലത്ത് സാഹിബത്തൽ വക്ത് അമുറഹ, ജമ്മു തഹീറാവുമ്പോൾ സാഹിബത്തുൽ വക്ത് ആയാലും ശരി അല്ലെങ്കിലും ശരി, അതായത് ലോഹറും അസറും കൂടി പിന്തിച്ചമ്മാക്കുമ്പോൾ ആദ്യം ലോഹർ നിസ്കരിക്കുക അല്ലെങ്കിൽ അസർ നിസ്കരിക്കാലോ. പിന്തിച്ചമ്മാക്കുമ്പോൾ മുന്തിച്ചമ്പാക്കുമ്പോൾ ആദ്യം ലോഹർ തന്നെ നിസ്കരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് സാഹിബത്തുൽ വക്തായ അസറാണെങ്കിലും ശരി അല്ല അതല്ലാത്ത ലോഹറാണെങ്കിലും ശരി ആദ്യം നിസ്കരിക്കുന്ന ഏതാണോ അതിന് പങ്കുകൊടുക്കണം. പിന്നെ ലോഹറാദ്യം ആകല് സുന്നത്തുണ്ട്. ലോഹറും അസറും പിന്തിച്ചമ്മാക്കുമ്പോൾ ലോഹറാദ്യം നിസ്കരിക്കൽ സുന്നത്തുണ്ട്, അത് വേറെ വിഷയം. പിന്നെ അത് ഒഴിവാക്കിയിട്ട് തിരിച്ചാക്കിയാൽ അങ്ങനെ ഏതായാലും ആദ്യത്തേന് വാങ്ങിക്കൊടുക്കണം. വക്കഥാ തഖദീമൻ, ഇങ്ങനെ മുന്തിച്ചമ്മാക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ മാലം യദ്ഖുൽ വഖ്തുസ്സാനിയത്തി ഖബ്ല ഫഇലിഹ, രണ്ടാമത്തേന്റെ സമയം കടന്നിട്ടില്ലെങ്കിൽ ഖബ്ല ഫഇലിഹ, ആ രണ്ടാമത്തത് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് തന്നെ, അതായത് ഇവ മുന്തിച്ച് ജമ്മാക്കാൻ വിചാരിച്ച് ഇങ്ങനെ എന്ത് ചെയ്തു, ലോഹർ നിസ്കരിച്ച് ലോഹർ നിസ്കാരം തീർന്നപ്പോഴത്തേക്ക് അസറിന്റെ സമയമായി. ഇവൻ അത് ആദ്യം ആലോചിച്ചില്ല, സമയം അത്ര ആയല്ലോ എന്ന്. ഇവൻ എന്ത് ചെയ്തു, 2 മണി ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അല്ലെ 3 മണി ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താക്കിയതാ, തഖദീമിന്റെ നിയ്യത്തൊക്കെ ചെയ്തിട്ട് ലോഹർ നിസ്കരിച്ച് തീർന്നപ്പോൾ എന്തായി, ബാങ്ക് കൊടുക്കുന്നു പള്ളിയിൽ നിന്ന്. അപ്പൊ നോക്കുമ്പോ 3 മണിയല്ല 4 മണിയായിരുന്നു. അപ്പൊ അങ്ങനെ എന്തായി, അപ്പൊ അസർ നിസ്കരിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അപ്പൊ തന്നെ ഓനെ അസർ നിസ്കരിക്കുന്നു. അങ്ങനെ അപ്പൊ എന്താക്കണം, അസറിന് വേറെ വാങ്ങ് കൊടുക്കണം. അതാ ഫയു അദ്ദിനുലഹ, അങ്ങനെ വക്ത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ വാങ്ങ് കൊടുക്കണം രണ്ടാമത്തേന്. കാരണം എന്തായാലും സവാലി തബഴിയത്ത്, അപ്പൊ പിന്നെ തബഴിയത്തില്ലല്ലോ. ഇപ്പൊ രണ്ടാമത്തേന് സമയം കടന്നത് കൊണ്ട് ശരിക്കും ജമ്മായിട്ടല്ല നിസ്കരിക്കുന്നത്, സൂറത്തിലെ ജമ്മുള്ളൂ. ഇനി വലവ് വാലാബൈന ഫായിത്തത്തിന് മുഅദ്ദാത്തിന്, ഇനി ഒരു ഫൗത്തായ നിസ്കാരം ഒരു മുഅദ്ദായ നിസ്കാരം അതായോ ഒരു ഖളായ രണ്ടും കൂടി എന്താണ് തുടരെ നിസ്കരിച്ചാൽ അസ്സനലി ഊലാഹുമ, അതിൽ ആദ്യത്തേന് പങ്കുകൊടുക്കുക. ഇല്ല അൻ യുഖദ്ദിമൽ ഫായിത്തത്ത, അവിടെ ഫായിത്തത്തിനെ മുന്തിച്ചാലൊഴിച്ച്. അപ്പൊ ഫായിത്തത്ത് ആദ്യം നിസ്കരിക്കുന്നത് സുമ്മ ബഅദൽ അദാനിലഹ, പിന്നെ അതിന് വാങ്ങിക്കൊടുത്തതിന് ശേഷം യദ്ഖുലു വഖ്തുൽ മുഅദ്ദാത്തി. കണ്ട എന്തായി, അതായ ഹാലിറത്തുൽ വക്തിന്റെ സമയം കടന്നതിന് ശേഷമാണ്, ഏത് ബാങ്കിന്റെ ശേഷമാണ്. അപ്പൊ ബാങ്കിന്റെ ശേഷം അല്ലെങ്കിലോ, അതായത് ഇപ്പൊ എന്താണ്, ഇവന് അസറിന്റെ നേരത്ത് നിസ്കരിക്കാൻ വന്നാ, ഇവന് ലോഹർ കളാണ്ട്, ഇപ്പൊ അസറിന്റെ സമയമാകുകയും ചെയ്ത്, ഇവനെന്ത് ചെയ്തു, ലോഹർ ആദ്യം നിസ്കരിച്ച് പിന്നെ അസർ നിസ്കരിച്ച് അടുത്തടുത്ത് തന്നെ നിസ്കരിച്ച് ഫസല് തവീലാകാതെ. അപ്പൊ ഒന്നിന് വാങ്ങിക്കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ തന്നെ എന്തായി, ഒന്നാമത്തേന് വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് രണ്ടാമത്തേന്റെ സമയം കടന്നത്. അപ്പൊ ലോഹർ എന്താണ് കളായത്, ഇന്നത്തെ ലോഹറല്ല ഇന്നലത്തെ ലോഹറാ. അപ്പൊ ഇന്നത്തെ ലോഹർ നിസ്കരിച്ചിട്ട് ഇന്നലത്തെ ലോഹർ കളാ ഉള്ളത്, കളാ വീട്ടാൻ പോയി. അതിന്റെ ഉടനെ തന്നെയാണ് അസറുള്ളത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ പറ്റുമല്ലോ. മുഅദ്ദാത്തിന്റെ സമയം കിടക്കുന്നത് ഈ ലോഹറിന് കളാ വീട്ടാൻ വേണ്ടി വാങ്ങിക്കൊടുത്തതിന്റെ ശേഷമാണെങ്കിൽ എന്താക്കണം, ഇപ്പൊ യുവദിനുലഹ, അപ്പൊ ആ മുഅദ്ദാത്തിന് വാങ്ങിക്കൊടുക്കണം. ഐലൻ, ആ ഫായിത്തത്തിന് വാങ്ങിക്കൊടുത്ത പോലെ എന്ന്. ഇനി പെണ്ണുങ്ങൾ എന്ത് ചെയ്യണമെന്ന്, അവർക്ക് ഇഖാമത്ത് മാത്രമേ ഉള്ളൂ, വാങ്ങില്ല. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.